അധികൃതരുടെ അനാസ്ഥയിൽ അവഗണനയുടെ ഉദാഹരണമായി മുച്ചൂട് നശിച്ച ഒരു കെട്ടിടമുണ്ട് അങ്ങ് തൃശൂരിൽ. ഇന്ന് തെരുവു നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമാണ് കൊടുങ്ങല്ലൂർ അഴീക്കോട് ബീച്ചിലെ മാരിടൈം സെമിനാർ ഹാൾ കെട്ടിടം. നേരമൊന്ന് ഇരുട്ടിയാൽ പ്രേതാലയങ്ങൾ പോലും തോറ്റുപോകും തുറമുഖ വകുപ്പിന്റെ ഈ കെട്ടിടത്തിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. കാണാം, തൃശൂരിൽ നിന്നും ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വെള്ളാനകളുടെ നാടോ. എനിക്ക് പുറകിൽ കാണുന്നതാണ് എവിടെ ഇല്ല കാണുന്നില്ല അല്ലേ? കാണുന്നില്ല. എന്നാൽ കാണാതെ കിടക്കുന്ന ആ സംഗതിയുടെ പേരാണ് മാരിടൈം സെമിനാർ ഹാൾ. സർക്കാരിൻ്റെ ലക്ഷങ്ങളാണ് ദാ ഇങ്ങനെ പാഴായി പോകുന്നത്, നശിച്ചു പോകുന്നത്. മനോഹരമായ അഴീക്കോട് മുനക്കൽ ബീച്ചിനോട് ചേർന്നാണ് സർക്കാരിൻ്റെ അനാസ്ഥയുടെ ശേഷിപ്പായി ഈ തകർന്ന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അഴീക്കോട് ബീച്ചിനടുത്തു തന്നെയുള്ള മാരിടൈം അക്കാദമിയിലെ പഠിതാക്കൾക്കായി സെമിനാർ നടത്താനാണ് 2014 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സെമിനാർ ഹാൾ പണി കഴിപ്പിച്ചത്. അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി കെ ബാബു ആയിരുന്നു ഉദ്ഘാടനം മാമാങ്കമായി നടത്തി. വിശിഷ്ടാതിഥികൾ പിരിഞ്ഞുപോയി. കെട്ടിടം പിന്നെ ഒന്നിനും ഉപയോഗിച്ചില്ല. മിനി കോൺഫറൻസ് ഹാളോ ഒരു ഓഡിറ്റോറിയം ആയിട്ടൊക്കെ ഒരുപാട് ഫംഗ്ഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഇത് ശരിക്കും ഒരു അനാസ്ഥയാണത്. ഇത് ഒന്നിൽ റിനോവേറ്റ് ചെയ്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാക്കി തരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതിപ്പോൾ ഇങ്ങനെ കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഇത് വേണ്ട വിധത്തിൽ ഇത് അധികാരികൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ജനങ്ങൾക്കും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും ഇത് ഉപകാരപ്രദമാകും. കൃത്യമായി ഉപയോഗമില്ലാത്തതിനാൽ പ്രദേശം കാട് മൂടി. ബീച്ചിൽ നിന്നുള്ള ശക്തമായ കാറ്റിൽ സെമിനാർ ഹാളിന്റെ മേൽക്കൂര ഷീറ്റുകൾ നിലംപൊത്തി. തുറമുഖ വകുപ്പിന്റെ തന്നെ മാരിടൈം അക്കാദമിയിൽ ദീർഘകാല കോഴ്സുകൾ കുറഞ്ഞതിനാൽ സെമിനാർ ഹാളിന്റെ ആവശ്യവും അവർക്കും ഇല്ലാതായി. കോവിഡ് കാലത്ത് പ്രദേശത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഈ കെട്ടിടത്തിലായിരുന്നു പാർപ്പിച്ചത്. തൊട്ടടുത്തുള്ള അഴീക്കോട് ബീച്ചിലെ തന്നെ പോർട്ട് കൺസർവേറ്ററുടെ ഓഫീസ് കാലപ്പഴക്കം മൂലം ശോചനീയാവസ്ഥയായപ്പോൾ അതും ഈ പ്രദേശത്തു നിന്ന് മാറ്റി. ഇതോടെ ഈ പ്രദേശം മുഴുവൻ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. ഇതിപ്പോ ശരിക്കും പറഞ്ഞാലേ ഇവിടെ കുറെ പിള്ളേരുകൾ വന്നിട്ട് ഇവിടെ രാത്രിയിൽ വന്നിട്ടും കഞ്ചാവ് വലിക്കണതായിട്ടൊക്കെ കുറെ റിപ്പോർട്ടുകളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ കൊല്ലത്തിൽ ഒരു ഇടി ഉണ്ടായിരുന്നു, ഇവിടെ തലയൊക്കെ അടിച്ച് പൊട്ടിച്ച്. ഇത് കഞ്ചാവ് ലോബികളായിരുന്നു അന്ന് ഈ പ്രശ്നം. എന്തോ ഒരു പൊതിയുടെ ഒരു ചെറിയൊരു വിഷയം പറഞ്ഞിട്ടാണ് ഇടി ഉണ്ടായെന്നൊക്കെ ഞാൻ കേട്ടത്. ഇപ്പോൾ സ്ഥലം ഷിപ്പ്യാർഡിന് കൈമാറാനാണ് ആലോചന നടക്കുന്നത്. നേരത്തെ കെട്ടിടത്തിൽ ബിയർ പാർലർ തുടങ്ങാൻ ആലോചന ഉണ്ടായിരുന്നുവെങ്കിലും റവന്യൂ രേഖകളിൽ പുറമ്പോക്ക് ഭൂമിയായതിനാൽ അതും നടന്നില്ല. ആർക്കു കൈമാറിയാലും എന്തു ചെയ്താലും പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ആവശ്യമാണ്. പടുകൂറ്റൻ കെട്ടിടങ്ങൾ കെട്ടി തങ്ങൾ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചു പോയി എന്ന് പറയുന്നതല്ല വികസനമെന്ന് ഭരണാധികാരികൾ അല്ലെങ്കിൽ ഭരണകൂടം തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇത് അടിയന്തരമായി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. ജനത്തിൻ്റെ നികുതിപ്പണമാണെന്ന് അധികാരികൾ ഓർക്കട്ടെ. ശ്രീകുമാരൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.